ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ നമ്മുടെ കന്യാകുമാരി വ്ളോഗിൻ്റെ ബാക്കിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് പിറ്റേ ദിവസം സൺറൈസ് ആയിട്ടില്ല, ഞങ്ങൾ അതിന് മുന്നേ എണീറ്റിട്ടുണ്ടായിരുന്നു. ഒരു 5-5:30 ആകുമ്പോൾ എണീറ്റിട്ടിട്ട് അപ്പോൾ സൂര്യോദയത്തിൻ്റെ സമയം 6:29 ആണ് ടൈം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട്. തലേദിവസം അത്യാവശ്യം വൈകിട്ടാണ് കിടന്നത്. പിന്നെ നമ്മൾ എന്നാലും ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇതാണ് മെയിനായിട്ട് കാണാൻ വരുന്നത്. അപ്പോൾ നോക്കിയതാ ആൾക്കാർ നേരത്തെ എണീറ്റിട്ട് അറ്റത്ത് പോയിട്ട് സൂര്യോദയം കാണാൻ വേണ്ടി പോകുന്നുണ്ട്. നമ്മൾ ആ നേരത്തൊന്നും പോയില്ല, അങ്ങോട്ട് പോയൊന്നുമില്ല. നിറച്ച ആൾക്കാർ ഉറുമ്പരിക്കണ പോലെ നമുക്കിങ്ങനെ കാണാം, അത്രയും ആൾക്കാർ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് അവർ പോണത്. അപ്പോൾ അത് സൂര്യോദയത്തിൻ്റെ ടൈമായപ്പോൾ നോക്ക്, ആൾക്കാർ നിറഞ്ഞ് അറ്റം തൊട്ടിട്ട് ഈ അറ്റം വരെ നിറച്ച ആൾക്കാർ നിൽക്കുകയാണ് ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയും അടുത്തുനിന്ന് കാണുമ്പോൾ അത്രയും ഭംഗിയായിരിക്കും. നമുക്ക് ഇതിൻ്റെ അടുത്ത് തന്നെ ആ ഏരിയ തന്നെ ആ സൈഡ് തന്നെ റൂം എടുത്തതുകൊണ്ട് നമുക്ക് റൂമിൽ ഇരുന്നിട്ട് തന്നെ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് കേട്ടാ. നമുക്ക് അവിടെ പോയി നേരത്തേക്ക് പോകുന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനും കിട്ടും, ചെന്ന് കഴിക്കാം. ഞങ്ങൾ തലേ ദിവസം എത്തിയാൽ വിവേകാനന്ദപ്പാറയിലൊക്കെ പോകണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നമ്മുടെ ട്രെയിന് ലേറ്റായിട്ട് ഒരു കാര്യവും നടന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചയിലാണ്. ഞങ്ങൾക്ക് 10:10-നാണ് ട്രെയിന്. അപ്പോൾ അതുകൊണ്ട് സൂര്യോദയം കഴിഞ്ഞാൽ നേരത്തെ എല്ലാവരും ഫ്രഷായിട്ട് വേഗം ഓൺലൈനായിട്ട് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ പോകാനുള്ള കാര്യങ്ങളും ഒക്കെയാണ് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ 8 മണിക്കാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ നമ്മളിവിടെ ഇരക്ക് തന്നെ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. വിവേകാനന്ദ പാറയിലേക്ക് ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. നല്ല അത്യാവശ്യം ദൂരം തന്നെ ക്യൂ നിൽക്കുന്നുണ്ട്. നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടെന്ന് പറയാം. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് അവിടെ ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ലൈനിലാണ് ഓൺലൈൻ ബുക്കിങ്ങിൻ്റെ 300 കൊടുത്തിട്ടാണ്, മറ്റേ 100 അപ്പോൾ അവിടെ 8 മണിക്കാണല്ലോ സ്റ്റാർട്ടിങ്. അപ്പോൾ നമ്മളവിടെ ഫസ്റ്റ് എത്തിയിട്ടുണ്ട്. മറ്റേ ലൈന് അത്യാവശ്യം നീണ്ട ലൈൻ തന്നെയായിരുന്നു. നമ്മൾ 7:30 എത്തിയോണ്ട് ഇവിടെ ഫസ്റ്റ് നിൽക്കാൻ പറ്റി. 8 മണിയാകുമ്പോഴത്തേന് ഈ ലൈനും അത്യാവശ്യം നീണ്ടു പോയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഓൺലൈനിൻ്റെ ലൈനാണ് ഈ കാണുന്നത്. അതും അത്യാവശ്യം നീണ്ടു പോയിട്ടുണ്ട്. മറ്റേ ലൈന് കുറേ ദൂരം നിന്ന് തുടങ്ങിയിട്ട് തന്നെ അവർ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അത് അവിടെ 8 മണിയാകുമ്പോൾ കറക്റ്റ് ഓപ്പണായി. അപ്പോൾ 8 മണിയാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് കയറി. സ്പെഷ്യൽ എൻട്രി ടിക്കറ്റാണ്. ഇനി ബോട്ടിലേക്ക് കയറിയിട്ട് വേണം നമുക്ക് വിവേകാനന്ദപ്പാറയിൽ പോകാൻ. അപ്പോൾ അവിടെ ക്ലോസ് ആയി കിടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഓപ്പണായപ്പോൾ നമ്മൾ പോവുകയാണ്. ഇനി അവിടുന്ന് ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് വേണം നമുക്കതിലേക്ക് കയറണം. അവിടുന്ന് ഒരു 10 മിനിറ്റുള്ള ദൂരം
അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇനി പോണത്. ബോട്ടിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മളവിടെ ഇറങ്ങി. ഇനി നമ്മളവിടെ എൻട്രി ചെയ്യണമെങ്കിൽ ഒരു 30 രൂപ ഒരു ടിക്കറ്റ് എടുക്കണം. അതെടുത്തതിന് ശേഷം നമ്മുടെ ചെരുപ്പെല്ലാം അവിടെ ഒരു കൗണ്ടറിൽ ഏൽപ്പിച്ച് കൊടുക്കണം. അപ്പോൾ അത് അവിടെ വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ മുകളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇതവിടെ ഈ കൗണ്ടറിൽ നമ്മൾ ഓൺലൈനായിട്ട് ഒരു 30 രൂപ കൊടുക്കണം, ഒരു എൻട്രി ഫീ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെരുപ്പ് അപ്പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കയറുന്നത്. അതൊരു കൗണ്ടറിൽ ഏൽപ്പിച്ചിട്ട് തന്നെയാണ് ചെരുപ്പും ഏൽപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് വേണം നമുക്ക് പോകാൻ. അവിടെ പ്രത്യേകിച്ച് ക്യാഷൊന്നും വാങ്ങണില്ല. ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുമ്പോൾ ചെരുപ്പ് ഇടാൻ പാടില്ല. അപ്പോൾ അതാണ് ചെരുപ്പൊക്കെ ഊരി വെച്ചത്. അപ്പോൾ ആദ്യം ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് പോണത്. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് നടക്കാൻ പോവുകയാണ്. നടക്കുമ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നമുക്ക് വീഡിയോ എടുക്കേണ്ട കാരണം ഞാൻ ക്യാമറ ആദ്യം തന്നെ പിടിച്ചിട്ട് താഴേക്ക് പിന്നെ നോക്കാണ്ട് ക്യാമറ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഞാൻ അങ്ങനെ നടക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ആ താഴത്തുള്ള വിഷ്വൽസൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യുമല്ലോ. 1-2 തവണ നടന്നപ്പോൾ പിന്നെ സെറ്റായി. പിന്നെ ആ വലിയ സ്റ്റാച്ചു എന്ന് പറയുന്നത് തിരുവള്ളുവർ സ്റ്റാച്ചു ആണ്. അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകണം. ഈ വഴിയിൽ കൂടെ ഒക്കെ പോയാലാണ് നമുക്ക് ആ ഭാഗത്ത് അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോണത്. ഇതിൻ്റെ ഉള്ളിൽ ഇരുട്ടൊന്നല്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ചെറിയ ലൈറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നല്ല സെറ്റപ്പ് ഫോട്ടോസ് കിട്ടണമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പിന്നെ പുറത്തേക്ക് കടന്നത്. പിന്നെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രെയിനിൻ്റെ ടൈം 10:10 ആദ്യം ആകുമ്പോഴത്തേന് നമുക്ക് അങ്ങോട്ട് എത്തണം. അപ്പോൾ ആ ഒരു തിരക്കുണ്ടായിരുന്നു നമുക്ക്. ഇതാണ് തിരുവള്ളുവറിൻ്റെ സ്റ്റാച്ചു. അതിൻ്റെ കാലാണ് ആ കാണുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്ന് കയറിയിട്ടുള്ള വ്യൂ അത് 1.5 വ്യൂ തന്നെയാണ് കേട്ടോ. നല്ല കാണാൻ മാത്രം തന്നെ ഉണ്ട്, കണ്ട് ആസ്വദിക്കാൻ മാത്രം തന്നെ ഉണ്ട്. അപ്പോൾ നല്ല ഒരു വ്യൂ തന്നെയാണ് മുകളിൽ നിന്ന് മൊത്തത്തിലൊന്ന് നോക്കുമ്പോൾ കിട്ടുന്നത്. അത് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകൾ ഭാഗമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോട്ടോസും വീഡിയോസൊന്നും അലൗഡ് അല്ല. അതിൻ്റെ ഉള്ളിൽ വിവേകാനന്ദൻ്റെ കാൽപാദം പതിച്ചതുണ്ട്. പിന്നെ വിവേകാനന്ദൻ്റെ ഒരു പിക്ചർ വെച്ചിട്ടുണ്ട്. പിന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഗുരുവിൻ്റെ ആ ഫോട്ടോസ് അങ്ങനത്തതൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. പക്ഷെ നമുക്കവിടെ ഇതൊന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് പിന്നെ അവിടെ ഒന്നും എടുത്തില്ല. പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ ഉള്ളിൽ കയറിയപ്പോൾ പിന്നെ ഫോണൊക്കെ ഓഫാക്കി വെച്ച്. പിന്നെ ഈ ഭാഗത്തൊക്കെ ഫോണൊക്കെ ഓണാക്കിയിട്ട് ഓരോരുത്തരുടെ പാട്ട് മ്യൂസിക്കൊക്കെ കേൾക്കണ കാരണമാണ് ഞാൻ ഈ ഭാഗത്തൊക്കെ സൗണ്ട് കട്ട് ചെയ്തത്. പിന്നെ അതിൻ്റെ വല്ല കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ വരണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാനതൊക്കെ കട്ട് ചെയ്ത് വെച്ചത്. ഇനി അടുത്ത് ധ്യാന മണ്ഡപത്തിലേക്കാണ് പോണത്. അപ്പോൾ ആ പോണ വഴിയിലൊരു കിണറുണ്ട്. ഈ കിണറിൽ നല്ല വെള്ളമാണ്, ഉപ്പൊന്നും ഇല്ലാത്ത നല്ല കിണർ വെള്ളം എന്നാണ് പറയണത്. അപ്പോൾ ആ ധ്യാന മണ്ഡപത്തിൽ അവിടെയും നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പാടില്ല. അവിടെ കുറച്ച് നേരം ധ്യാനം അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ ആൾക്കാർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ഇനി നമ്മൾ ബോട്ടിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇനി റൂമിലേക്ക് പോവുകയാണ്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം നമുക്ക് അവിടുന്ന് ഇറങ്ങാൻ. നമ്മുടെ ട്രെയിനിൻ്റെ ടൈം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയതാണ്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കാണിച്ചു തരാം. ഇതൊക്കെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്. ഉപ്മാവ് ഉണ്ടായിരുന്നു, ഇഡ്ഡലി ഉണ്ടായിരുന്നു, വട, പിന്നെ ചട്നികളും ഫ്രൂട്ട്സായിട്ട് വാട്ടർമെലനും ഉണ്ടായിരുന്നു. അതും കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ അവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ അവിടുന്ന് റെയിൽവേ സ്റ്റേഷന് അടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് അവർ തന്നെ ഓട്ടോറിക്ഷയൊക്കെ സെറ്റാക്കി തന്നു. അപ്പോൾ ഓട്ടോറിക്ഷയിൽ ഒരു 10-15 മിനിറ്റിന് ഉള്ള ദൂരമുള്ളൂ. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരക്കിട്ട് പോവുകയാണ്. 10:10 ട്രെയിനാണ്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് എത്തണം. റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഞാൻ അവിടുന്ന് 2 ബോട്ടിൽ വെള്ളമൊക്കെ വാങ്ങി എന്തെങ്കിലും ചിപ്സൊക്കെ വാങ്ങിയിട്ട് പോകാൻ വേണ്ടിയിട്ടൊന്ന് കയറി ഷോപ്പിൽ അവിടെ അടുത്തുള്ള കടയിൽ കയറിയിട്ട്
പിന്നെ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പിന്നെ നേരെ ഓടുകയാണ്. നമ്മുടെ ടൈമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10:10 ട്രെയിനിലേക്ക് 10 മണിക്ക് കറക്റ്റ് നമ്മൾ എത്തി. അപ്പോൾ ട്രെയിനിൻ്റെ അകത്ത് എത്തിയപ്പോൾ നമുക്കൊരു സമാധാനമായി. നമ്മൾ കറക്റ്റ് ടൈമിൽ എത്തുമോ, വിവേകാനന്ദപാറയിലൊക്കെ പോയി ടൈമിങ്ങിൽ എത്താൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്കുണ്ടായിരുന്നു. കാരണം നമ്മൾ തലേദിവസം പോകാൻ ഉദ്ദേശിച്ച സ്ഥലങ്ങളൊക്കെ പിറ്റേന്നാണ് അന്നാണല്ലോ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് ടൈമിങ്ങൊക്കെ കറക്റ്റായി. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി പിന്നെ കുറച്ചൊന്ന് റിലാക്സായി. പിന്നെ ഒന്ന് സെറ്റായതിൻ്റെ ശേഷം പിന്നെ നമ്മുടെ മെയിൻ പരിപാടികളൊക്കെ നമ്മൾ വീണ്ടും തുടർന്ന് നമ്മൾ ട്രെയിനിൽ വെച്ച് കുറച്ച് റീൽസൊക്കെ എടുത്ത് പിന്നെ നമ്മുടെ യാത്ര കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മളിനി തിരുവനന്തപുരത്തേക്കാണ് പോണത്. നോക്കിയേ, അങ്ങോട്ട് താഴേക്കോ നോക്കിയേ. ഉയരത്തില പോണ നമ്മള് പാലത്തുമ്മ പോണ അല്ലാണ്ട് ഇങ്ങനെ കാണുമോ? വള്ളിയാർ റിവർ കേട്ടാ, വള്ളിയാർ. അപ്പോൾ അവിടം വരെ എത്തിയിട്ടുണ്ട്. ഇനി എൻ്റെ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.